മണ്ണ് തേടിയും ജീവിതമാർഗം തേടിയും മീനച്ചിലാറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ നിങ്ങളുടെ കാരണവന്മാരുടെ കണ്ണുനീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഥകളിലെ പരിശുദ്ധ മാർപ്പാപ്പ കയ്യൊപ്പോടുകൂടെ ചാർത്തുന്ന അഭിനന്ദനത്തിൻ്റെ മുദ്രയാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഈ ബസിലിക്ക പള്ളി. ഒരുപക്ഷെ ഞാൻ നിങ്ങളെ നോക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ മുകളിലോട്ട് നിങ്ങളുടെ കാരണവന്മാരെ ഓർത്ത് ദൈവത്തിനു മുൻപിൽ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കാട്ടുമൃഗങ്ങളോടും കാടിനോടും പൊരുത്തപ്പെട്ട് ഈ നാടിനെ മലബാറിൻ്റെ മലർവാടിയാക്കി മാറ്റാൻ നമ്മുടെ കാരണവന്മാരെ പ്രേരിപ്പിച്ചത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ യഹോവയായ കർത്താവ് ആദ്യ മാതാപിതാക്കൾക്ക് നൽകിയ കൽപ്പനയുടെ തുടർച്ചയായിരുന്നു. ഒരുപക്ഷെ ബൈബിൾ പണ്ഡിതന്മാരതൊരു ശിക്ഷയായിട്ടാണ് പറയുന്നത് എങ്കിൽ പോലും മനുഷ്യജീവിതത്തിൻ്റെ പുരോഗതിക്ക് ദൈവം കൊടുത്ത തീട്ടൂരമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. നീ ഈ മണ്ണിനോട് മല്ലടിക്കും, നീ മണ്ണിനെ മലർവാടിയാക്കും, നീ പെരുകി വർദ്ധിക്കും, നിന്റെ ദൈവമായ കർത്താവിനെ നീ മഹത്വപ്പെടുത്തും. മലബാർ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സാമന്ത രൂപതകളുള്ള തലശ്ശേരി രൂപത അതിൻ്റെ വളർച്ചയിലെ പൂർവപിതാക്കന്മാർ നടത്തിയ വലിയ ത്യാഗസമ്പൂർണമായിട്ടുള്ള ഒരു കഠിനാധ്വാനത്തിൻ്റെ തീർത്ഥയാത്രയുണ്ട്. കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച് മരിച്ചവരുണ്ട്. കാട്ടിലെ ജീവിത രീതിയോട് പൊരുത്തപ്പെടാൻ കഴിയാതെ പട്ടിണി കിടന്ന് ധീരമൃത്യുവിനെ സന്തോഷത്തോടെ വരും തലമുറയ്ക്ക് വേണ്ടി സ്വീകരിച്ച കാരണവന്മാരുണ്ട്. അവരുടെ കല്ലറകളിലെ ഇന്ന് ഉത്ഥാനത്തിൻ്റെ സ്തുതിഗീതമാണ്. അവരെ ഇന്ന് ചെമ്പേരിയിലെ ആർഭാടപൂർണമായിട്ടുള്ള നിങ്ങളുടെ സർവപ്രതാപവും പ്രകടിപ്പിക്കുന്ന ഈ പുനർനിർമ്മിക്കപ്പെട്ട പള്ളിയെ ബസിലിക്കയായിട്ട് ഉയർത്തുമ്പോൾ പരിശുദ്ധ തിരുസിംഹാസനവും പരിശുദ്ധ സഭയും നമ്മുടെ കുടിയേറ്റ ജനതയുടെ കഷ്ടപ്പാടുകളുടെ മുൻപിലെ സ്നേഹത്തോടുകൂടെ ആശ്ലേഷിച്ച് നിങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തിൻ്റെ മുദ്രയാണ് ഈ ബസിലിക്ക പദ പ്രഖ്യാപനം. ബസിലിക്ക എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം വലിയ പള്ളി എന്നാണ്. ചെമ്പേരി മലബാറിലൊരു വലിയ പള്ളി തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും വലുതാണ്. ജനങ്ങളുടെ ത്യാഗത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട്, അവരുടെ ഒരുമയുടെ കൂട്ടായ്മ കൊണ്ട് ഈ പ്രാതികൂല്യ കാലാവസ്ഥയിലും വിശ്വാസം അണുഇട വ്യതിചലിക്കാതെ തലമുറയ്ക്ക് കൈമാറുന്നതിലെ അവർ കാണിച്ചിട്ടുള്ള കരുതലുകളിൽ ഇന്ന് തലശ്ശേരി അതിരൂപത സിറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ അതിരൂപതയാണ്.
കർണാടകത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന അതിർത്തികളുള്ള അതിരൂപത. മുക്കുഴി പിതാവ് ഇവിടെ സന്നിഹിതനാണ്. ഭദ്രാവതിയും മാണ്ടിയും ഒക്കെ തലശ്ശേരിയുമായിട്ട് ആത്മബന്ധങ്ങൾ ഉള്ള രൂപതകളാണ്. മാണ്ടിയെ പിന്നീട് ബാംഗ്ലൂരിലേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് ഇന്ന് ബാംഗ്ലൂരും കൂടെ തലശ്ശേരി അതിരൂപതയുടെ ഭാഗമാകുന്ന വിധത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഈ പള്ളി ഒരു ബസിലിക്കയായിട്ട് ഉയർത്തപ്പെടുമ്പോൾ നമുക്ക് ഇവിടെ ജനങ്ങളുടെ മേലെ അധികാരമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇവിടെ കുടിയേറിയ മനുഷ്യരുണ്ട്. പമ്പാനദിക്കും ഭാരതപ്പുഴയ്ക്കും ഇടയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന നമ്മുടെ അതിർത്തികൾ അടുത്ത കാലത്താണ് വ്യാപിപ്പിച്ചതും തലശ്ശേരി രൂപതയൊക്കെ ഉണ്ടായതും. പക്ഷെ അതിക്ക് മുൻപ് ഇങ്ങോട്ട് കുടിയേറിയ സിറോ മലബാർ സഭയുടെ മക്കളെ സ്വന്തമായിട്ട് കരുതി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കോഴിക്കോട്ട് രൂപതയെയും മംഗലാപുരം രൂപതയെയും നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഞാനിങ്ങനെ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആദ്യമായിട്ട് സിറോ മലബാറുകാരുടെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണെന്നും ഇവർക്ക് സ്വന്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പരിശുദ്ധ സിംഹാസനം ഇടപെടണമെന്നും കോഴിക്കോട്ടത്തെയും മംഗലാപുരത്തെയും മെത്രാന്മാരെ പരിശുദ്ധ സിംഹാസനത്തെ അറിയിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ വളരെ വലുതാണ്. ഇന്ന് കോഴിക്കോട്ടത്തെയും കണ്ണൂരിലെയും പിതാക്കന്മാരിവിടെ സന്നിഹിതനാകുമ്പോൾ മലബാറിലെ മനുഷ്യരെ സിറോ മലബാറുകാരാണോ ലത്തീൻകാരാണോ എന്ന് വകതിരിവില്ലാതെ സ്വന്തം മക്കളെ പോലെ അവരെ കാത്തുപരിപാലിക്കാൻ കോഴിക്കോട്ട് രൂപതയും മംഗലാപുര രൂപതയും കൊടുത്ത നേതൃത്വം ഒരുപക്ഷെ നമ്മുടെ കാരണവന്മാരുടെ ഓർമ്മകളുടെ മുൻപിൽ നന്ദിയോടുകൂടെ സിറോ മലബാർ സഭ ഓർത്ത് ഏറ്റുപറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ തലശ്ശേരി രൂപതയ്ക്ക് ഒരു ആരംഭം കുറിക്കാനായിട്ട് സിറോ മലബാർ സഭയ്ക്ക് സംവിധാനങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ സിറോ മലബാർ സഭയ്ക്ക് ഇവിടെ വേരുണ്ടാകണം, ഇവിടെ വളർച്ച ഉണ്ടാകണമെന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ദൂരക്കാഴ്ചയിൽ കാണാൻ കഴിഞ്ഞത് ലാറ്റിൻ മെത്രാന്മാർക്കും പ്രത്യേകിച്ച് കോഴിക്കോട്ടിലെയും മംഗലാപുരത്തെയും ലത്തീൻ മെത്രാന്മാർക്കുമാണ്. അവരുടെ ഓർമ്മ നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ കാരണവന്മാരെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കൊതിച്ചപ്പോൾ ലത്തീൻ റീത്തിലാണെങ്കിൽ പോലും അവർക്കത് ചൊല്ലിക്കൊടുക്കാനായിട്ട്, അവരെ ഒന്നിച്ച് ചേർത്ത് നിർത്താനായിട്ട് ലാറ്റിൻ ഹൈറാർക്കി കാണിച്ച ത്യാഗത്തിനും നന്മയ്ക്കൊക്കെ സിറോ മലബാർ സഭയ്ക്കുള്ള കടപ്പാട് ഞാൻ ഇവിടെ പരസ്യമായിട്ട് ഏറ്റുപറയുന്നു. മലബാറിലെ ഒരു രൂപത ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മലബാറിൽ ഏറ്റവും കൂടുതൽ മീനിച്ചിൽ താലൂക്കിൽ നിന്നുള്ള ആളുകളാണ്. ഞാൻ കോട്ടയം രൂപതയുടെ ജ്ഞാനാനായ കമ്മ്യൂണിറ്റിയെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു രൂപതയ്ക്ക് ആവിർഭാവം കൊടുക്കാനായിട്ട് പരിശുദ്ധ സിംഹാസനം മനസ്സിലെ കരുതിയ അതിലേറ്റവും വലിയ ഒരു കാഴ്ചപ്പാടുള്ള ഒരു പിതാവിനെ കണ്ടെടുക്കാൻ പരിശ്രമിച്ചു. ഒരുപക്ഷേ മലബാറിലെ രൂപതകൾക്ക്
മോശയെപ്പോലെ നേതൃത്വം കൊടുക്കാൻ ദൈവത്തിരുമുൻപിൽ ഉപകരണമായിട്ടുള്ള സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിനെ ഒരു കാലത്തും സിറോ മലബാർ സഭയ്ക്കോ നിങ്ങൾക്കോ മറക്കാൻ കഴിയില്ല. ഇവിടെ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് വള്ളോപ്പള്ളി പിതാവ് മീനിച്ചിലിൻ്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നത്. ഞാനിങ്ങനെ ലോറൻസ് പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ പിതാവ് ഭാഗ്യാന്തരേണ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഇവിടെ ഒരു സ്ഥലത്ത് റോഡില്ലായിരുന്നു. പിതാവ് ഇടവകൾ സന്ദർശിക്കുമ്പോൾ ഇടവകളിലേക്ക് പിതാവിന് വരാനായിട്ട് ജനങ്ങൾ നടത്തിയ തേരോട്ടവും പോരാട്ടവുമാണ് ഇവിടുത്തെ എല്ലാ റോഡുകളും. ഇന്നത് പഞ്ചായത്തിൻ്റെതാണ്, ഇന്നത് മുനിസിപ്പാലിറ്റികളുടേതാണ്. നമ്മുടെ മനുഷ്യൻ്റെ നീരും വിയർപ്പും ചോരയും നീരൊക്കെ വീണ ഭൂമിയിലെ പണിത വഴികളിലൂടെയാണ് ഇന്നത്തെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ വളർന്നു വന്നത്. അവരുടെയൊക്കെ ഓർമ്മകൾ നമ്മുടെ മുൻപിലെ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപക്ഷെ സ്വർഗത്തിലെ നമ്മൾ സ്തോത്രഗീതം ആലപിച്ചപ്പോൾ മാലാഖമാരുടെ കൂട്ടത്തിലെ പാടാനായിട്ട് നിരന്നു നിന്ന നമ്മുടെ വലിയ പിതാക്കന്മാരെ, നമ്മുടെ മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാരെ, നമ്മുടെ വൈദിക ശ്രേഷ്ഠരെ, അവരൊക്കെയുണ്ട്. അവരുടെ വേരിലാണ്, അവർ പാകിയ മണ്ണിലാണ് നമ്മൾ ഈ രൂപത നമ്മൾ സ്ഥാപിക്കുന്നത്. ഞാനിതിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ മടമ്പത്ത് കോട്ടയം രൂപതയിലെ ഒരു പള്ളി, അവിടേക്ക് 12 കിലോമീറ്റർ നടന്ന് നമ്മുടെ മനുഷ്യർ കുർബാന കാണാൻ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഇന്ന് ചെറിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? 12 കിലോമീറ്റർ നടന്ന് ശനിയാഴ്ച ഇവിടെ നിന്ന് ചൂട്ട് കത്തിച്ച് മടമ്പത്തോട്ട് നടന്ന് ഒരു സിറോ മലബാർ കുർബാന കാണാൻ പോയ കാരണവന്മാരുടെ മക്കളാണ് നിങ്ങളൊക്കെ ഞാനും. അവരെ പടുത്തുയർത്തിയ പാറപ്പുറത്താണ് ഇന്ന് തലശ്ശേരി രൂപത 5 സാമന്ത രൂപതകളുള്ള വലിയൊരു പ്രവിശ്യയായിട്ട് വളർന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ഇവിടെ ഒരു പള്ളി വയ്ക്കാനായിട്ട് സ്ഥലം അന്വേഷിച്ചപ്പോൾ താൻ വെട്ടിപ്പിടിച്ച ഭൂമിയിൽ നിന്ന് ഏറ്റവും നല്ല ഭാഗം 5 ഏക്കർ ഭൂമി കൊടുക്കാനായിട്ട് ഒരു കാരണവർ കാണിച്ച ഒരു സന്മനസ്സുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയുന്നില്ല, എനിക്ക് തെറ്റിപ്പോയിട്ടെങ്കിൽ അത് കുഴപ്പമാവുമെന്ന് കരുതിയിട്ട്. ഞാൻ ഈ ചരിത്രത്തിൽ കണ്ടു, ആ കാരണവരാ പറഞ്ഞത്, ഞാൻ വെട്ടിപ്പിടിച്ച ഈ ഭൂമിയിൽ ഏറ്റവും നല്ലത് ഈ 5 ഏക്കറാണ്. അവിടെയാണ് നിങ്ങൾ ആദ്യത്തെ പള്ളി പണിയേണ്ടത്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടിയേറ്റ ജനതയുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇന്ന് ചെമ്പേരിയിലെ ബസിലിക്ക പള്ളി. പരിശുദ്ധ സിംഹാസനം അതിൻ്റെ മേൽ മുദ്ര വെച്ചുകൊണ്ട് പരിശുദ്ധ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൻ്റെയും പരിശുദ്ധ റോമാ സഭയിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും അടയാളമായിട്ട് ഈ തലപ്പള്ളിക്ക്, ഈ തള്ളപ്പള്ളിക്ക് ബസിലിക്ക സ്ഥാനം നിങ്ങൾക്ക് നൽകിയതാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇന്ന് നമുക്കൊക്കെ 2 മക്കൾ, കണക്ക് തെറ്റിയാൽ 3. പക്ഷേ തലശ്ശേരി രൂപത 4 മക്കളെ പ്രസവിച്ചു. ബെൽത്തങ്കാടി, ഭദ്രാവതി, മാണ്ഡ്യ, മാനന്തവാടി, താമരശ്ശേരി 5 ശരിയാ. ഞാൻ താമരശ്ശേരി തലശ്ശേരിയായിട്ട് തെറ്റി വായിച്ചതാണ്. നോക്കൂ മക്കളെ, നമ്മുടെ പൂർവപിതാക്കന്മാരുടെ കാഴ്ചപ്പാട്, അവർ വെട്ടിയെടുത്ത ഭൂമിയിലെ നമ്മൾ അതിർത്തികൾ വെച്ച് അതിനെയൊക്കെ വളർത്തിയത്. ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് ഏത് ബൈബിൾ വാചകമാണ് ഞാൻ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ
എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു വചനം മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ വചനമാണ്. അത് ആദ്യ മാതാപിതാക്കളോട് ദൈവമായ തമ്പുരാൻ കൊടുത്ത 3 കൽപ്പനകളാണ്. ആദ്യത്തെ കൽപ്പന മൾട്ടിപ്ലൈ, നിങ്ങൾ വർദ്ധിക്കുക, നിങ്ങൾ വർദ്ധിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മലബാറിലേക്ക് കുടിയേറിയ മനുഷ്യരെക്കുറിച്ചുള്ള കഥകൾ വായിച്ചപ്പോൾ അവർ മക്കളെ സ്വീകരിക്കാൻ തമ്പുരാൻ്റെ കയ്യിൽ കൈ നീട്ടിയത് തൂമ്പ പിടിക്കാനും അധ്വാനിക്കാനും കുടുംബത്താളുണ്ടാകാൻ വേണ്ടി കൂടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് നമുക്ക് ഇവിടെ ജനം വർദ്ധിച്ചത്. മക്കളെന്ന് പറയുന്നത് തമ്പുരാൻ്റെ ദാനമാണ്. യു മൾട്ടിപ്ലൈ. ഞാൻ ഈ വാക്ക് ഇന്ന് നിങ്ങളോട് പറയുന്നത് സിറോ മലബാർ സഭ, കത്തോലിക്ക സഭകളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലെ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഇന്നത്തെ ജനന പ്രക്രിയയുടെ നിരക്ക് ഇതുപോലെ ആധുനവൽക്കരിക്കപ്പെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത 2 കാനേഷ് കുമാരി കഴിയുമ്പോഴേക്കും സിറോ മലബാർ സഭ കാനേഷ് കുമാരി കണക്കിൽ നിന്ന് മാറ്റപ്പെടാൻ ഉള്ള സാധ്യത അപകടകരമായിട്ട് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. കർത്താവിൻ്റെ കൽപ്പനയാണത്. മൾട്ടിപ്ലൈ, നിങ്ങൾ വർദ്ധിക്കുക, നിങ്ങൾ വർദ്ധിക്കണം. നിങ്ങൾ വർദ്ധിക്കാത്തിടത്തോളം ആരെയും തോൽപ്പിക്കാനല്ല, ആരെയും പിന്നിലാക്കാനല്ല, പക്ഷെ തമ്പുരാൻ്റെ കൽപ്പനയാണ് മൾട്ടിപ്ലൈ. രണ്ടാമത് പറയുകയാണ് യു ഷാൽ ബി ഫ്രൂട്ട്ഫുൾ. നിങ്ങൾ ഫലം ചൂടുന്നവരാണ്. ഇന്ന് താലന്തുകളുടെ കഥ ഞാൻ വായിച്ചു. ഒരു താലന്ത് കിട്ടിയവൻ പറഞ്ഞു, എനിക്ക് തന്നെ പേടിയാണ്, നീ എങ്ങനെയാ പെരുമാറാന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ താലന്ത് കൊണ്ട് എന്തെങ്കിലും ചെയ്താലേ, അതിന് നഷ്ടം പറ്റിയാലേ നീ എന്നെ ശിക്ഷിക്കുമെന്ന് പേടിച്ചിട്ട് ഞാനിത് തുണിയിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചു വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട മലബാറിലെ കുടിയേറ്റ മക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ സഭയുടെ സൗകര്യങ്ങൾ, നമ്മുടെ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ എല്ലാം വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വർദ്ധിക്കാനുള്ള ആഗ്രഹം, അത് ഒരു ശല്യമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കർത്താവ് പറഞ്ഞ കൽപ്പനയാണ് മൾട്ടിപ്ലൈ. നമുക്ക് മക്കൾ വേണം, നമുക്ക് ആള് വേണം. അതാരെയും തോൽപ്പിക്കാനല്ല, ആരെയും പരാജയപ്പെടുത്താനല്ല, ആരുടെയും മുന്നോട്ട് പോക്ക് നമ്മൾ വിഘടിപ്പിക്കാനല്ല. പക്ഷെ കർത്താവിൻ്റെ കൽപ്പനയാണ് യു മൾട്ടിപ്ലൈ. ഞാൻ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ സായിപ്പുമാരെന്നോട് ചോദിക്കാറുണ്ട്, ഹൗ ഈസ് യുവർ ഫാമിലി? ഞാൻ ഐ ആം ദ 10th. അവരെന്നെ അത്ഭുതത്തോടുകൂടെ നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ അവർ ചിരിക്കുമ്പോൾ ചോദിക്കും, എന്താ നിങ്ങൾ ചിരിക്കുന്നേ? അവർ പറയും, നിങ്ങളുടെ അമ്മയ്ക്ക് അപ്പോഴും വേറെ പണിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ദോഷൈക ദൃക്കിൽ ചിന്തിക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു കാലാവസ്ഥയിലാണ് തലശ്ശേരി രൂപതായുടെ ചെമ്പേരി പള്ളി ബസിലിക്ക പള്ളിയായിട്ട് ഉയർത്തപ്പെടുന്നത്. കുടിയേറ്റ ജനതയുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ, അവരുടെ കഷ്ടപ്പാടുകൾക്ക് മുൻപിൽ തിരുസഭ ചേർത്തുന്ന ഈ അംഗീകാര മുദ്ര കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കാനാണ്. മൾട്ടിപ്ലൈ, ബി ഫ്രൂട്ട്ഫുൾ. നിങ്ങൾ ഫലം ചൂടുന്നവരാകുക, നിങ്ങൾ താലന്തുകൾ വർദ്ധിപ്പിക്കുന്നവരാകുക. നമുക്ക് ഇനിയും മണ്ണിൽ പോരാടണം. നമുക്ക് ഉദ്യോഗങ്ങൾ വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് ഉന്നത വിദ്യാഭ്യാസം വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാം ഉണ്ടെങ്കിലും മണ്ണിനോടുള്ള നമ്മുടെ മനുഷ്യബന്ധം അത് രക്തബന്ധമാണെന്ന് തിരിച്ചറിയുക. ആൻഡ് ഫിൽ ദ എർത്ത്.
കർത്താവ് അതിനെ നമ്മളെ സഹായിക്കാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ പള്ളിക്ക് 3 പ്രത്യേകതകളാണ് ബസിലിക്കാകുന്നത് വഴി സഭ കൽപ്പിക്കുന്നത്. 3 വലിയ പ്രത്യേക പ്രിവിലേജുകൾ ഈ പള്ളിക്ക് പരിശുദ്ധ സിംഹാസനം നൽകുന്നുണ്ട്. 1, ഇത് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു പള്ളിയാണ്. തലശ്ശേരി രൂപതയിൽ എന്തെങ്കിലും മാർപ്പാപ്പ വരുന്നുണ്ടെങ്കിൽ മാർപ്പാപ്പ നിർബന്ധമായിട്ടും സന്ദർശിക്കേണ്ട ഒരിടമാണ് ഈ ബസിലിക്ക പള്ളി. മാർപ്പാപ്പയുടെ സ്വന്തം പള്ളിയാണ് ഇത്. പരിശുദ്ധ സിംഹാസനം നമ്മുടെ കൂടെ സഹയാത്രികനാകുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ പള്ളി. 2, ഇത് തീർത്ഥാടന പള്ളിയാണ്. ഈ തീർത്ഥാടന പള്ളികൾ നേർച്ചപ്പെട്ടികൾ വെക്കാനുള്ള പള്ളികൾ എന്നുള്ള അർത്ഥത്തിലല്ല, തീർത്ഥാടക സഭയുടെ സ്വഭാവമുള്ള പള്ളികൾ. ഇനിയും തീർത്ഥാടനം തുടരാനായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന തീർത്ഥാടക പള്ളി. ഈ പള്ളിയിൽ വരുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ തീർത്ഥാടകരാണ്. കർത്താവിൻ്റെ ദൗത്യവുമായിട്ട് തീർത്ഥാടനം നടത്തുന്നവരെയും. 3, ഇത് ദണ്ഡവിമോചന പള്ളിയാണ്. ഈ പള്ളിയിൽ എനിക്ക് തോന്നുന്നു മറ്റൊരു പള്ളിക്കും ഇല്ലാത്തതുപോലെ ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാനുള്ള അവകാശം. നിങ്ങൾക്കറിയാം, പാപകടങ്ങളിൽ നിന്ന് പൊറുതി നൽകാൻ സഭ നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ദണ്ഡവിമോചനങ്ങൾ. അത് തലശ്ശേരി രൂപതയിൽ കൊടുക്കാനായിട്ട് മാർപ്പാപ്പ പ്രത്യേകം അനുമതി നൽകുന്ന ഒരിടമാണ് ഈ തീർത്ഥാടന പള്ളി. ഈ തീർത്ഥാടന പള്ളി തലശ്ശേരി രൂപതയിൽ വന്നു ചേർന്നതിൽ സീറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരതത്തിലെ സഭയ്ക്കൊക്കെയുള്ള വലിയ ആനന്ദവും അഭിനന്ദനവും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നു. പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങൾ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കാരണമാകട്ടെ. മിഷൻ രൂപതകൾക്ക് ഏറ്റവും കൂടുതൽ ദൈവവിളി കൊടുത്ത സ്ഥലമാണ് തലശ്ശേരി. ഇന്ന് നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള പല ലാറ്റിൻ രൂപതകളിലും മറ്റ് സന്യാസ സമൂഹങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരിൽ വളരെ വലിയൊരു ശതമാനം മലബാറുകാരാണ്. അതിൽ ഏറ്റവും കൂടുതൽ തലശ്ശേരിക്കാരാണ്. തലശ്ശേരിക്കാരെ ആ ദൗത്യം ഇനിയും സഭയ്ക്ക് വേണ്ടി തുടരണം. നമ്മുടെ എല്ലാ മിഷനുകളിലേക്കും പോകാനായിട്ട് ധാരാളം മിഷണറിമാരെ സംഭാവന ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ചെമ്പേരി തീരാൻ പരിശുദ്ധ ലൂർദ് മാതാവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സർവ്വ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഇങ്ങനെ ഒരു വലിയ അനുഗ്രഹം സീറോ മലബാർ സഭയ്ക്ക് നൽകിയതിൽ പരിശുദ്ധ പിതാവിനോടുള്ള കൃതജ്ഞതയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.